എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജിമ്മിൽ പോകുന്നത് ഇതേപോലെ കഴിക്കാനാണെന്ന് സംശയമുണ്ട്. അപ്പൊ നമ്മുടെ ചർച്ചിന്റെ ദയനീയ അവസ്ഥ ഇപ്പൊ കാണണം. തെന്നിത്തെറിച്ച് കിടക്കുവാണ്. രാവിലെ കുറച്ച് മിറ്റിലൊക്കെ ഇട്ടു. ചർച്ചിൽ മൊത്തം തുളകളൊക്കെ ആയിട്ട് മുകളിൽ നമ്മുടെ കുരിശ് ചാടിപ്പോയി. ഇതുണ്ടോ നമ്മുടെ അവസ്ഥ ഭയങ്കര തന്നെയാണ്. രാവിലെ മിറ്റിലൊക്കെ ഇട്ടിട്ട് ഇന്നലെ ഹോസ്പിറ്റലിൽ 50 പേരാണ് വീണിട്ട് തല പൊട്ടി ഹോസ്പിറ്റലിൽ വന്നേ. അതൊക്കെ നമ്മുടെ ചർച്ചിന്റെ അകം ദയനീയ അവസ്ഥ ഉണ്ടോ, മൊത്തം തുളകളൊക്കെ ആയി മെൽറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുവാണേ. നല്ല രസമായിട്ടാണ്. അതാ ഫുള്ളങ്ങ് ഞാൻ വിചാരിച്ചു മൊത്തം ഇടിഞ്ഞു പോകുന്നു, പക്ഷെ ഇടിഞ്ഞു പോയല്ല കേട്ടോ. ഇങ്ങനെ ഐസിന്റെ വലിപ്പം കുറഞ്ഞ് കട്ടി കുറഞ്ഞതേ നോക്ക്, ഫുള്ള് തുളകളായി ആ സൈഡിൽ നിന്ന് ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷെ അയ്യോ ഇങ്ങോട്ട് വയ്ക്കുന്ന വല പോലെ ആയിക്കൊണ്ടിരിക്കുവല്ലേ. ഓ മൈ ഗോഡ്. ഇതിൽ ഏറ്റവും രസമുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ കളേഴ്സ് അങ്ങോട്ട് ഇതിനകത്ത് അങ്ങ് പുറത്തേക്ക് ഇറങ്ങിയേ. മേളിലെ ഗ്രീൻ റൂഫ് ഒക്കെ ഇപ്പോൾ ഒരുമാതിരി മഞ്ഞ പോലെയൊക്കെ ആയിട്ടുണ്ട് അല്ലേ ജയ? ഇതിനകത്ത് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇഷ്ടിക വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽറ്റായി ഇതിനിടയിലൂടെ ഗ്യാപ്പ് വരുന്നുണ്ട്. പക്ഷെ ഇഗ്ലുവിന്റെ കണ്ടോ മറ്റേ ഇങ്ങോട്ട് പോയ ഇത് കുഞ്ഞു വെച്ച് തെന്നിച്ചോണ്ടിരിക്കുക. മറ്റേ ബലൂൺ ഇഗ്ലുവിന്റെ സൈസ് ചെറുതായല്ലേ. ഇന്നത്തെ കഴിഞ്ഞ ദിവസത്തെ ക്ലിപ്പ് ഉണ്ട്, ഇന്നത്തെ എടുത്തായിരുന്നോ? ഇന്ന് ഇച്ചിരി കൂടെ മെൽറ്റ് ആയിട്ടില്ലേ? ആണോ? ഇന്നൊരു രക്ഷയില്ല കേട്ടോ. ജിമ്മില് കട്ടി പണി ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് ബിരിയാണി വേണം. ഇത്രയും നാള് നമ്മൾ ചെയ്തോണ്ട് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കുമല്ലേ, നമ്മുടെ ബോഡി ഒന്ന് ബിൽഡ് ചെയ്യാം. ഇന്ന് ജിമ്മ് കഴിഞ്ഞ് വന്നപ്പോ കൂട്ടുകാരുടെ അടുത്ത് കയറിയിരുന്ന് ബിരിയാണിനെ കുറിച്ച് പറഞ്ഞു കൊതിപ്പിച്ചു. എനിക്ക് തോന്നുന്നു അവര് ഇച്ചായനാ കൊതിപ്പിച്ചത്. പിന്നെ എല്ലാരും മത്സരിച്ചിരുന്ന് എന്നെ അങ്ങോട്ട് പുകഴ്ത്തി എന്നെ കൊണ്ട് ബിരിയാണി ഉണ്ടെങ്കിൽ എന്റെ സാറേ അവളുടെ ബിരിയാണി കഴിക്കാം. ആശാനെ ആശ വാരി കഴിക്കും. ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ എനർജി ഉണ്ട്. എന്റെ ഭയങ്കര തന്നെ എന്ന് പറഞ്ഞാല് ഭയങ്കര തന്നെയല്ല. മിറ്റിലൊക്കെ ഇട്ടതാണ്, പക്ഷെ എത്ര മിറ്റിലിട്ടിട്ട് ഒരു രക്ഷയില്ല. ഇത് ദയനീയ അവസ്ഥയാണ്. എവിടുന്ന് എങ്ങനെ തുടങ്ങും? ബിരിയാണി ഉണ്ടാക്കും. ഇങ്ങനെ ഇരിക്കുന്ന അടുക്കള എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റില്ല. അടുക്കള ഉണ്ടാക്കി തന്നാൽ ബിരിയാണി സെറ്റപ്പ് ആകാം. എല്ലാം സെറ്റപ്പ് ആകാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഒന്നും ചെയ്തില്ല, പിള്ളേരെ വിട്ടു. അത് കഴിഞ്ഞ് ജിമ്മിൽ പോയി കോഫി കുടിക്കാൻ വേണ്ടി പോയി ഫ്രണ്ട്സിന്റെ ഒപ്പം. അത് കഴിഞ്ഞ് അവിടുന്ന് അവിടെ വെച്ച് ഞാൻ സ്വീറ്റ് കഴിച്ചില്ല കേട്ടോ. ഇവരെല്ലാം കോഫി സ്വീറ്റ് ഒക്കെ കഴിച്ചു. പകരം ഇത് കണ്ടപ്പോ കഴിക്കാൻ തോന്നി. നമുക്ക് എന്തൊക്കെ ചെയ്യാം. ഓക്കെ. ജോൺകുട്ടി സ്കൂൾ വിട്ടു വന്നു. ബിരിയാണിയുടെ കാര്യം പറഞ്ഞു കേട്ടപ്പോൾ ചിക്കൻ ബിരിയാണി ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പനും പോലും അറിയാനൊരു കാര്യം പറയാം. നിങ്ങൾ കടയിൽ പോയി സാധനം മേടിക്കണം. ബിരിയാണിക്ക് റൈസ് ഇച്ചിരി ഉള്ളൂ, തികയത്തില്ല. പിന്നെ സാധനം ഉള്ളത് വെച്ച് കൊതി പിടിക്കണം. ആരെങ്കിലും പറഞ്ഞു വീട്ടിലില്ലാത്ത സാധനത്തിന് കൊതിക്കാൻ. ഒത്തിരി തവണയായി നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട്. പക്ഷെ ഇത് അപൂർവമായിട്ടാണ് ഇങ്ങനത്തെ സാധനങ്ങൾ കൊതി വരുന്നത്. ജോൺകുട്ടി കഴിക്കാൻ ഇഷ്ടമാണോ? എനിക്ക് ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി മാത്രമേ ഇഷ്ടമുള്ളൂ. ചിക്കൻ ബിരിയാണി ഇഷ്ടാന്നാണ് പറഞ്ഞ്, അതല്ലാതെ ഇഷ്ടാന്നോ? എനിക്ക് ചിക്കൻ ബിരിയാണി മാത്രം ഇഷ്ടം, ബാക്കി ബിരിയാണി ഇഷ്ടമില്ല. ഓ, ബാക്കി എന്നൊക്കെ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. മീറ്റിന്റെ കഴിച്ചിട്ടുണ്ടോ? ഓക്കെ. സംസാരത്തിലും മട്ടിലും ഭാവത്തിലൊക്കെ ഇച്ചിരി വ്യത്യാസം ഉണ്ടല്ലോ. അതിനങ്ങനെ വലിയ ചേട്ടനായെന്നാണോ വിചാരിക്കുന്നത്? പിന്നെ മുടി വെട്ടിക്കാറായി. മമ്മ വെട്ടിത്തരാല്ലേ ജോണിക്കുട്ടി? അന്നേരം പോയി മുടിയും വെട്ടിച്ച് ബിരിയാണിക്കുള്ള സാധനം മേടിച്ചിട്ടോ? ആണോ? അല്ലാണ്ട് ബിരിയാണി കഴിക്കാൻ ധൃതിയായിട്ടല്ല, അല്ലാണ്ട് വേഗം പോയിട്ടോ. വിശ്വസിക്കുന്നില്ല, ഞാൻ കണ്ടായിരുന്നു. വീടെടുക്കാൻ പറ്റും എനിക്കറിയില്ല. പക്ഷെ ഞാന് ഈ 1st grade to 6th grade അപ്പൊ ഞാൻ 1st grade ഞാൻ ഇർസൂല് പോയായിരുന്നല്ലോ, മറ്റേ ആഫ്റ്റർ സ്കൂൾ അവിടെ പോയിപ്പോഴപ്പോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവളും ഇല്ലാത്ത സമയത്ത് എനിക്ക് ആദ്യത്തെ വേറൊരു ഫ്രണ്ടിനെ കിട്ടിയായിരുന്നു. പേര് അവളുടെ ഒപ്പം ഞാൻ കളിക്കായിരുന്നു. അവള് ഭയങ്കര നല്ല കൊച്ചായിരുന്നേ. പക്ഷെ ഇപ്പൊ അവള് ഈ സ്കൂളിൽ വന്നപ്പോഴേക്കും മൊത്തം മാറി, ഈ സ്മോക്ക് ചെയ്യാൻ തുടങ്ങി, അതുപോലെയൊക്കെ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. എനർജി ഡ്രിങ്ക് കുടിക്കണത്. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ പപ്പേനെ വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് ഒരു 8th grader ഉണ്ട്. അവള് വെയ്പ്പ് യൂസ് ചെയ്യും. ഞാൻ ഒരു പ്രാവശ്യം കണ്ടതാണ് യൂസ് ചെയ്യണത്. ഇപ്പോൾ ഇവളിവിടെ നിന്ന് വന്നപ്പോൾ അവളുടെ കയ്യിൽ വലിയ ആൾക്കാർ യൂസ് ചെയ്യുന്ന സിഗരറ്റ് ഉണ്ടായിരുന്നു. അവൾ സ്മോക്ക് ചെയ്യുന്നതുകൊണ്ട് അന്നേരം മറ്റേ എൻ്റെ പണ്ടത്തെ ഫ്രണ്ടിന് കൊടുത്തു. എന്നിട്ട് അവളും അത് വലിച്ചു. നടന്നു പോയിരുന്നു ബസ് സ്റ്റേഷനിൽ. ആക്ച്വലി ഇവിടെ പിള്ളേർക്ക് 18 വയസ്സ് കഴിയാണ്ട് സിഗരറ്റ് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. പക്ഷെ ഇത് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ മറ്റേ ഡ്രഗ് ഡീലേഴ്സ് അതുപോലത്തെ, ബിക്കോസ് സ്നാപ്ചാറ്റിൽ ഇതുപോലത്തെ ഒരു കമ്പനി ഉണ്ട് ഇതുപോലത്തെ പിള്ളേർക്ക് ഇങ്ങനെ സെല് ചെയ്യണത്.
എൻ്റെ ഒരു ഫ്രണ്ടിന് അവർ അതിൻ്റെ അകത്തുള്ള റിക്വസ്റ്റ് കൊടുത്തായിരുന്നു ഫ്രണ്ട് ആവാൻ വേണ്ടി. അവള് വേണ്ട വെച്ചത്. എന്നിട്ട് ആ സെയിം സിഗരറ്റ് അവരുടെ കൂട്ടത്തിൽ പോയൊരു ബോയിനും കൊടുത്തോ, അതും വലിക്കാന്. എന്നിട്ട് ആ ബോയ് അവിടെ ഒരു മതിയായ വലിയൊരു എനർജിയും കുടിക്കുന്നത്. എന്നിട്ട് അത് ആ റോട്ടിലോട്ട് എറിഞ്ഞത്. ഇതെല്ലാം കേൾക്കുന്നുണ്ടോ? എന്താണെന്നറിയോ, ഇന്നാണെങ്കിൽ മറ്റേ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് കളിച്ചാൻ പോയേ, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ലാണേ. അപ്പോഴാണെങ്കിൽ എന്താണെന്നറിയോ, അവർക്ക് പെർഫെക്റ്റ് ഡോസാണ്, പക്ഷെ ഫോട്ടോ എടുക്കണ എനിക്ക് പറ്റിയില്ലല്ലോ. അപ്പോൾ എന്താണെന്നറിയോ ഡി, മറ്റേ അവരെനിക്ക് എന്താ പറഞ്ഞതെന്നറിയാം, എനിക്ക് പറ്റുമെങ്കിൽ മറ്റേ ലവ് ഒന്നായിന്ന് ഞാൻ പോവാ. മമ്മയ്ക്ക് ഓക്കെയാ, ലവ് ഒന്നായിന്ന് ഞാൻ ഹൊപ്പ്ലൊപ്പിൽ പോവാ അവരുടെ കുട്ടി. നമ്മുടെ ഇവിടുത്തെ ഏഷ്യൻ ഷോപ്പാണ്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. ഇത് ഫ്രഷ് മീറ്റ് കിട്ടുന്ന ദിവസമാണ്. ഇവിടെ പോട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോട്ടി, കാല്, മട്ടൺ, ബീഫ്, ലിവർ, കിളി, പ്രാവ് കൊമ്പിരിക്കുന്നുണ്ടോ? വെറ്റില, പച്ചക്കുരുമുളക്, നമ്മുടെ ബമ്പിളി നാരങ്ങയാണിതേ. ഞാലിപ്പൂവൻ പഴം ഒരു സെറ്റപ്പായത്. അത് പേരയ്ക്കത്. പിന്നെ ഇത് മറ്റേ പിഞ്ച് ചക്കയില്ലേ, കപ്പ, ചേമ്പ്, എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. മാങ്ങ ഉണ്ടോ? യസക്കുട്ടീനെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന പോക്കാണ്. ഞാൻ തന്നെ പൊക്കോളം പോലെ സമ്മതിക്കത്തില്ല. എല്ലാ ദിവസവും ജോണിക്കുട്ടി അല്ലെങ്കിൽ ചക്കി മോളോ ആരെങ്കിലൊക്കെ വന്നുകൊണ്ടേയിരിക്കും. എനിക്ക് സ്കൂള് 2 മണിക്ക് തീരുമ്പോൾ എനിക്ക് നേരെ ഇവിടെ ഡേ കെയർ ഒന്ന് വെയിറ്റ് ചെയ്യാം പപ്പാറിന് വരെ. അപ്പം എനിക്ക് യസക്കുട്ടീനെ കൊണ്ടുവരാൻ പറ്റും, വണ്ടിക്ക് വീട്ടിൽ പോകാനും പറ്റും. അങ്ങനെ അവൻ ഓടിയേക്ക് വേണേ. ജോണിക്കുട്ടി ഓടി. എങ്ങനെയുണ്ടായിരുന്നു? മിടുക്കനായിരുന്നാ പറഞ്ഞേ. അവർക്ക് ടോയ് ഉണ്ടല്ലോ കളിച്ചോണ്ടിരുന്നപ്പോ നടന്നുകൊണ്ടിരുന്നല്ലേണോ, അപ്പോഴാണെങ്കിൽ അവന്റെ ഇവിടെ പോക്കറ്റിലാണെങ്കിൽ ഒരു ടോയ് ഇട്ടാണോ കളിച്ചത്. അപ്പൊ അവൻ തുപ്പാണെങ്കിൽ ഞാൻ കണ്ടു. നമുക്ക് എല്ലാവർക്കും ബൈ ബൈ കൊടുക്കുക. ജലദോഷം ഉണ്ടായിരുന്നു, അതുകൊണ്ട് മൂക്കൊക്കെ ഇതായിട്ട് ചുമന്നിരിക്കുക. കൊച്ചിനെ ജാക്കറ്റ് ഇട്ടിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഷൂസൊക്കെ ഇടാൻ പറ്റും. അതുകൊണ്ട് എളുപ്പമാണ് പരിപാടി. പപ്പ എടുക്കാം പറയും അല്ലേ, ഫുഡ് കഴിച്ചോ, ഉറങ്ങിയോ, കരഞ്ഞോ എന്നൊക്കെ. ഇന്ന് കരഞ്ഞൊന്നുമില്ല, ഫുഡൊക്കെ കഴിച്ചു എന്നാണ് പറയുന്നത് അല്ലേ? നല്ല ഡേ ആണെന്നാ പറഞ്ഞല്ലേ? മറ്റേ പള്ളിയുടെ ഒരു പീസ് പോയാണ് നമ്മൾ അങ്ങോട്ട് പോയപ്പോ സാധനം വാങ്ങാൻ വേണ്ടി പോയപ്പം നാളെ പോകൂണ ഓർത്തെ, പക്ഷെ നോക്ക് ഫുള്ള് പോയി. ഞങ്ങള് കുറച്ചു മുമ്പ് അങ്ങോട്ട് പോയപ്പോ സാധനം എല്ലാം ഉണ്ടായിരുന്നു, ഇപ്പൊ എല്ലാം പോയി. ഇഗ്ലു മെൽറ്റായി വീണോണ്ടിരിക്കും. വാ അകത്തേക്ക് പോലെ വീഴും. വാ 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 വാ. തല വീഴും. ഈ മുട്ടയ്ക്കകത്ത് വെളുത്തുള്ളി, പാപ്രിക്ക പൗഡർ, ലെമൺ, ഷുഗർ, ബ്ലാക്ക് പെപ്പർ, കുറച്ച് യോഗർട്ട്, ഇത്രയെല്ലാം കൂട്ടി നന്നായിട്ട് അരച്ചെടുത്തേക്കുന്ന കേട്ടോ നമ്മുടെ മയണൈസ്. അവർക്ക് ക്വിക്കായിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ഫുൾ കൊണ്ട് വീറ്റ് തുറത്തില്ല അല്ലേ, തുറത്തില്ല. അതിൻ്റെ അകത്ത് നമ്മുടെ ഈ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് മയണൈസ് സ്പ്രെഡ് ചെയ്തു. എന്നിട്ട് വെജീസൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ നല്ലതായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. എൻ്റെ ചിക്കൻ ഓൾറെഡി എയർ ഫ്രൈ ചെയ്ത് വെച്ചു. ഞാൻ അറിയാണ്ട് മറ്റേ ആ സോസ് ഉള്ളത് ഇതിൽ മുക്കിയിട്ടോ, പക്ഷെ എന്നാലും നമുക്കത് ഇപ്പോൾ എടുത്ത് മാറ്റാം. എന്നിട്ട് നിറച്ച് വെജീസൊക്കെ ഇട്ട് നമ്മൾ റാപ്പ് ചെയ്തെടുക്കും. അതങ്ങനെ റാപ്പ് ചെയ്ത് നമ്മൾ ചക്കിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ചക്കി? ഇഷ്ടമായോ? അതിനെനിക്ക് ഇന്ന് അങ്ങനെ സ്പെഷ്യലായിട്ട് നിങ്ങളുടെ സ്കൂളിൽ സംസാരിക്കാനുള്ള റീസൺ, ഇന്നലെ ആണെങ്കിൽ മാളുവിൻ്റെ സ്കൂളിൽ നിന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അല്ലേ, ഓൺലൈൻ റൂൾസിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ. റീസൺലി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ സ്കൂളിൽ?
പിന്നെ എന്തായിരിക്കും എല്ലാ സ്കൂളുകളിലും അങ്ങനെ. ഇത് ബിഹേവ് ചെയ്യുന്നതിനെ കുറിച്ചല്ല നിങ്ങൾ ഇന്ന് പറഞ്ഞെന്ന് പറഞ്ഞ സ്പെഷ്യലായിട്ട്? അത് സ്പോർട്സ് ആണോ? അതിനെ കുറിച്ചല്ല, ആ സ്പോർട്സിലാണെങ്കിൽ ബോയ്സ് മിസ്ബിഹേവ് ചെയ്തോണ്ട് പറഞ്ഞ സ്പോർട്സില്. ഓക്കെ, എന്നാ അവിടെ പരിപാടി? അപ്പം ഒരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയിട്ട് ബിരിയാണി റെഡി ആകുമ്പോഴേക്കും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് വന്ന ഇച്ചായൻ്റെ ടോണൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് പിള്ളേരുടെ അടുത്ത്, വിശപ്പ് കൂടിയിട്ട്. അപ്പം പിന്നെ വേഗം ഒരു റാപ്പിച്ചാനും ഉണ്ടാക്കി കഴിച്ചിട്ട് നമ്മൾ ബിരിയാണിയുടെ പണിയിലോട്ട് കയറും അല്ലേ? അങ്ങനെയാണ്, കൊള്ളാം. എല്ലാവർക്കും കൊള്ളാം. കുടുംബ സമാധാനത്തിന് നമ്മൾ വിശന്നിരുന്നൊരു കാര്യവും ചെയ്യാൻ പാടില്ല. ഷോപ്പിൽ നമുക്ക് പിന്നെ ഈ മാസം മുഴുവൻ നമുക്കുണ്ട്. സൈഡിൽ വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ മമ്മിക്ക് പറയുമ്പോൾ ഞാൻ പറഞ്ഞ മറ്റേ ഒരു ഗേളിലാണ് ഇൽസൂലിന്റെ ആദ്യത്തെ ഒരു ഫ്രണ്ട് വേറെ കഴിഞ്ഞിട്ട് അവളെ വണ്ടി ഫിനിഷുകാരോ? എന്നിട്ട് ആ പോയിന്റ് കയ്യിൽ വേറെ സീക്രട്ട് ഉണ്ടായിരുന്നു, അതും അങ്ങ് വലിക്കുന്നത്. അത് മേടിക്കാൻ 18+ ആവണ്ടേ? അല്ല, സ്നാപ്ചാറ്റിൽ ഏതോ ഒരു കമ്പനി ഉണ്ട് അണ്ടർ ഏജ്ഡ് ആയിട്ടുള്ള പിള്ളേർക്ക് ഇത് സെല് ചെയ്യണമെന്ന്. അതുകൊണ്ട് മറ്റേ ഫ്രണ്ട് റിക്വസ്റ്റ് ഇങ്ങനെ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി, പക്ഷെ തീയ ഡിക്ലൈൻ ചെയ്തത്. സ്നാപ്ചാറ്റ് പോലീസിന്റെ ഇതും ഉണ്ട്, അത് പിടിക്കാൻ. പക്ഷെ അവരെന്തിനാ പിടിക്കാത്ത? ഫൈൻ ലൈൻസ് ഒക്കെ വരാൻ തുടങ്ങി. അതൊക്കെ സാധാരണ വരും. യമ്മിയാണോ? നമ്മൾ ഇച്ചിരി സ്മൂതി കുടിക്കുക. നമ്മൾ ഡേ കെയർ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, അമ്മയുടെ പാല് കഴിഞ്ഞ അടുത്ത് ഇനിയിപ്പോൾ കൊച്ചിന് സ്മൂതിയാണ് ഫേവറേറ്റ്. അരിയത് എന്നത്തിനാ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ലാത്ത എന്നാ. നമ്മളിവിടെ ഫിൻലൻഡിലെ വന്നു കഴിഞ്ഞിട്ട് കുറേ വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകാത്ത, അതായത് അത് ശരിക്കും ഒന്നും മനസ്സിലാകുന്നില്ല. ഭയങ്കര സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടുത്തെ ആൾക്കാർ. ഇങ്ങനെ ഫ്ലാഷി സ്റ്റഫ്സിന്റെ പുറകെ ഒന്നും അവർ പോകുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് ഇല്ല. കാർ ഏത് കാറ് അല്ലെങ്കിൽ എങ്ങനത്തെ വീട് ഇതൊന്നും അവർക്ക് മാറ്റർ അല്ല. അതായത് കട ഉണ്ടാക്കി കടത്തിന്റെ മുകളിൽ അവരങ്ങനെ ഒരു ലൈഫ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരല്ല. ഉള്ളത് കൊണ്ട് ഭയങ്കര നാച്ചുറൽ ആയിട്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. മിണ്ടാ സമ്മതിക്കോ? അപ്പൊ ഓൾമോസ്റ്റ് ഇവ സമ്മതിക്കില്ല കേട്ടോ മിണ്ടാൻ. ഓൾമോസ്റ്റ് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊന്നും ഇവരെ ബാധിക്കുകയല്ല അല്ലേ? ഇവരുടെ സ്വന്തം കാര്യം നോക്കി ഇവരുള്ളത് വെച്ച് വളരെ ലളിതമായിട്ട് ജീവിച്ചു പോകുന്നു. അതാണ് അവരുടെ സന്തോഷം. അതുപോലെ പിള്ളേരെ കളിക്കാനൊക്കെ വിടുക എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മളും വിചാരിക്കും മിണ്ടാ സമ്മതിക്കില്ല കേട്ടോ. ഈ ഡേ കെയറിലൊക്കെ പോയി കഴിയുമ്പോഴേ കൊച്ചു പിള്ളേരെ ഇങ്ങനെ പോയി വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ വെസ്റ്റേൺ സ്ഥലത്തും ഉള്ളതായിരിക്കും. ഇപ്പൊ ഡേ കെയറിൽ വരുമ്പോൾ പിള്ളേര് ഒരു കെട്ട് പേപ്പറൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. സംഭവം അവരുടെ കൈപ്പത്തിയുടെ കളറ്, പിന്നെ അതുപോലെ അവർ കുത്തി വരച്ചത്, അവന്റെ ഫസ്റ്റ് ഡ്രോയാ കണ്ടതൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ഇന്ന പേപ്പർ കെട്ട് തന്നു വിടും. നമ്മുടെ വീട്ടില് ഈ വരുന്നു ഇത് സൂക്ഷിച്ചു വെക്കുന്നവരുണ്ടാവുമോ എനിക്കറിയത്തില്ല. അത്രമാത്രം നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ? ഒരു ദിവസം ഒരു കെട്ട് പേപ്പർ വീതമായിരിക്കും. അപ്പം ഇവർക്ക് ഇതൊക്കെ ഭയങ്കര വലിയ കാര്യമാണ്. അവരതിന് കുഞ്ഞു പിള്ളേരെ അവരുടെ പേഴ്സണാലിറ്റി ലെവലിൽ തന്നെ റെസ്പെക്ട് ചെയ്താൽ കൊണ്ടുവരുന്നത്. അതായത് കമ്പയർ ചെയ്യലില്ല. പിന്നെ അതുപോലെ തന്നെ അവരിപ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളോ കാണിച്ചാൽ അവരെ ഭയങ്കര ഷാർപ്പായിട്ട് വഴക്ക് പറയില്ല. അവർക്ക് അങ്ങനെ ഒരു ട്രോമ കൊടുക്കാതെയാണ് മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള ഫാമിലിയിലുള്ളവര് പിള്ളേരെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇതൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ ഫിനിഷുകാരുടെ പിള്ളേരാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങളെല്ലാം. ഇപ്പം ആള് പറഞ്ഞിട്ടില്ല, കൂടുതലും ബ്രോക്കൺ ഫാമിലിയിലാണ്. പക്ഷെ അല്ലാത്ത ഫാമിലിയാണെങ്കിൽ പോലും 8 വയസ്സുള്ള കൊച്ചു വലിച്ച് ഇവിടെ കാരണവന്മാർ വഴക്കൊന്നും പറയത്തില്ല. അവിടെ പറഞ്ഞിട്ടില്ലായിരുന്നോ? പറയുന്നതല്ല, നല്ല പെയിനുണ്ട് അവർക്ക്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ കാരണവന്മാര് ഇത് പണ്ട് പപ്പയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞണ്ട് സൈഡിലോടെ നടന്നിട്ട് ഞണ്ടിന്റെ മക്കളെ നേരെ പറഞ്ഞ് വഴക്ക് പറയണ പോലെയാണ്. കാരണം ഇവിടെയുള്ളവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവരുടെ മക്കള് ചെയ്യുമ്പോ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ പെൺപിള്ളേരെ, അതായത് പെൺപിള്ളേരും ചെയ്യുന്നു ആൺപിള്ളേരും ചെയ്യുന്നു. ശരിക്കും പറഞ്ഞ പേരൻസ് ആയി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഹാർഡായിട്ടുള്ള പേരൻസിന്റെ ലൈഫ് അല്ലേ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൈൽഡ്ഹുഡിൽ കുറെ ട്രോമ കിട്ടിയിട്ടുണ്ടാവും, നമുക്ക് കുറെ സങ്കടങ്ങൾ ഉണ്ടാവും. അതൊന്നും ഹീൽ ചെയ്യാതെ നമ്മള് പാരന്റ്സ് പെട്ടെന്നായി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ
കുറേയൊക്കെ നമുക്ക് കിട്ടിയേക്കണത് നമ്മൾ ഹീൽ ചെയ്തിട്ടില്ല, അതിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കും. പിന്നെ നമ്മുടെ ബാഡ് ഹാബിറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഒരു ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് ഫോളോ ചെയ്തിട്ട് അത് ഹൈഡ് ചെയ്യാൻ നോക്കിയോ അല്ലെങ്കിൽ ഇപ്പൊ ഹൈഡ് ചെയ്യാൻ പറ്റാത്ത പിള്ളേരെ കാണുക ചെയ്ത് കഴിഞ്ഞിട്ട് പിള്ളേരോട് അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ ചെയ്യാതിരിക്കുവോ? പേടിച്ചിട്ട് ചിലപ്പോൾ ഒളിച്ചു വെക്കും. പക്ഷെ എന്തെങ്കിലും ചെയ്യാം, കാരണം അവർ നോക്കുമ്പോൾ അവരുടെ ഹീറോസ് അവരുടെ പാരന്റ്സ് ആണ്. അവര് പാരന്റ്സ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും പിള്ളേരുടെ ഉള്ളിൽ പിന്നെ അതിലൊരു വേറൊരു ചിന്ത വരത്തില്ല, ശരിയോ തെറ്റോ. കാരണം എല്ലാ മക്കളുടെയും മനസ്സിലാ ചെറിയ പ്രായത്തെ അപ്പനും അമ്മയാണ് അവരുടെ, അല്ലേ? അപ്പൊ നമ്മൾ ഒന്നേന്ന് തൊട്ട് നന്നാവണം, അല്ലേ? നന്നാവാതെ പറ്റത്തില്ലല്ലോ, അറ്റ്ലീസ്റ്റ് ഒരു പ്രായം വരെ. അപ്പൊ ബിരിയാണിയുടെ കാര്യം എന്താ? ഇതിപ്പോ ഞാൻ എത്ര ഗ്ലാസ് അരി ഇട്ടെന്നറിയോ? എനിക്കറിയത്തില്ല. എന്റെ കണക്ക് അപ്പനും മൂന്നും തെറ്റിച്ചു. അപ്പന് ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് കരയാൻ പറഞ്ഞിട്ട് നേരെ എത്രയെന്നറിയോ? നീ സമ്മതിച്ചു ഒരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പനാണെങ്കിൽ ഇവിടെ മുഴുവൻ സഹായിച്ചു, അടുക്കി പറക്കാനും ക്ലീൻ ചെയ്യാനും ഒക്കെ. നല്ലൊരു ബിരിയാണി അമ്മ ഉണ്ടാക്കി കൊടുക്കണ്ടേ? അമ്മയുടെ ബിരിയാണി സൂപ്പറാന്ന് പറഞ്ഞു, ഇന്ന് മുഴുവൻ എടുത്ത് പോർത്തു വരുന്നു. സ്പ്ലാഷ് റൂം ഉണ്ട് വാസേല്, അത് തന്നെ, സോറി, സ്മാഷ് റൂം ഉണ്ട് ഇവിടെ വാസേല്. അപ്പം അതിൻ്റെ അകത്ത് എല്ലാരും പോയിട്ട് എന്തോ സാധനങ്ങളൊക്കെ ഇടിച്ച്, നീ സമ്മതിക്കില്ലേ ആശക്കുട്ടി, ഇടിച്ച് തകർക്കൂന്ന് പറയുന്നത് കൂടെ. ജോണിക്കുട്ടി ഇല്ല അതും കൂടെ അത് വെച്ച് ചെയ്യാൻ പറ്റില്ല, പോയിട്ട് ചവിട്ടിക്കോ. ഒള്ളി ജോണിക്കുട്ടിയുടെ എനർജി, നോ ടൂൾസ്. അപ്പം ഇല്ല, അവൻ കേറത്തില്ല. ഓ അടിപൊളി. ഇത് പിടിച്ചേ ചായ, പപ്പയ്ക്ക് അത് കാണാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. പപ്പയുടെ അധ്വാനമാണ്. പക്ഷെ എന്നാ ഫീൽ എന്നാ? അതെ, അവൻ അല്ല, കഴിഞ്ഞ വരുമ്പോ അവനോട് ചോദിക്കാം അവന്റെ ഫീൽ എന്നാന്നല്ലേ. വേറൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, ചവിട്ടി മാത്രമേ പറ്റൂ, കിക്ക് ചെയ്യാൻ പറ്റും, വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങ് എന്റെ പൊന്നി, ആ ചവിട്ടി ഓടിയിട്ട് അത് പോകുന്നില്ല എന്നുള്ളതാണേ. എടാ ഇച്ചിരി ടൈം കൊടുക്കടാ ജോണിക്കുട്ടി, അങ്ങനെ നിക്കട്ടേടാ, ഇനി കളയണ്ടത്. കാരണം അത്ര ചവിട്ടിയിട്ടും അത് പോയില്ലല്ലോ. ഇടിച്ചിടിച്ച് ഹാഫാക്കി എനിക്ക് പോയിട്ട് സ്മാഷ് ചെയ്യാൻ തോന്നുന്നുണ്ട് ഇങ്ങനെ. Oh my god. That's satisfying. തന്നെ വല്ല പരിപാടിക്കും പോവാണോ? അവരവിടെ ക്രിക്കറ്റ് കളിക്കുന്നതിന് ഇവിടെ ക്രിക്കറ്റ് സ്പോർട്ട് ഡ്രസ് ഒക്കെ ഇട്ടോണ്ട് നിൽക്കുന്നേ. വരുമ്പോഴേക്കും നമ്മൾ വിചാരിച്ചു ചിക്കൻ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് വെക്കാം. എയർ ഫ്രയറിൽ വെക്കും കേട്ടോ, അപ്പൊ പെട്ടെന്നാവൂല്ലോ. ഒരു പകുതി കൂടുതൽ അതിലങ്ങ് വേവ് പടി, പിന്നെ അധികം നേരം സോസിൽ ഇരുന്ന് താവണ്ടല്ലോ. അവൻ ഇങ്ങനെ വന്നിട്ട് മാറി മാറി ഇങ്ങനെ ഇങ്ങനെ നടക്കുവാണ് കുഞ്ഞിച്ചപ്പ. ഇപ്പൊ മോൻ വീഴുക എന്തെങ്കിലും പരിപാടിയാകുമോ ആയിക്കൊണ്ടിരിക്കണം കണ്ടോ. മുക്കാല് സെറ്റായില്ലെന്നൊക്കെ ഇനി നമ്മൾ ദം ചെയ്യണ പ്രോസസ്സാണ്. അപ്പം പലരും പല രീതിയിലുണ്ടാക്കും, നമ്മൾ പല രീതിയിലും പല സമയത്തും പല രീതിയിലുണ്ടാക്കും. ഇപ്പം തന്നെ വറുത്ത ഉള്ളി ഇങ്ങനെ ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തിടുമ്പം ഒരു രസം. നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ കൊടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാൾ ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ്, പിന്നെ നമ്മളാരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൊതിക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. നന്നായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ, അല്ലേ? ഭയങ്കര സന്തോഷം. ഓക്കെ, ജയിക്കോ തോക്കോ എന്നുള്ള ഭക്ഷണത്തിലാണ്. ഇവിടെ എന്നെ ഭയങ്കര കളിയാണല്ലോ ഇവിടെ. ഇഷ്ടപ്പെട്ട ചേച്ചിമാരുടെ നടുക്കിരുന്ന് കളിക്കുന്ന കുഞ്ഞിച്ചക്കൻ. ബോയ്സ് ഇവിടെ എന്താണ് പരിപാടി? ഓഹോ, ഇവിടെ യുദ്ധമാണ്, യുദ്ധം. ഓക്കെ, ഈശോയെ എന്താ അങ്ങോട്ട് പോവാണ്ടോ? അവിടെ പോയിരുന്നു കളിച്ചോ. സംഗതി ദമ്മിലിരിക്കുകയാണ്, ഇനിയിപ്പോൾ ദം പൊട്ടിക്കണം. അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 7 മണി കഴിഞ്ഞു. എന്നല്ലേ ഉച്ച തൊട്ട് പറയണത്. അത്താഴാക്കാന്ന് പിന്നെ നമ്മൾ തീരുമാനിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ജയിച്ചു. ആ ജയിച്ചു.
കൺഫേം ആയി. ജയിക്കുന്നതാണോ പിന്നല്ലേ 3 ബോളിൽ 27 ഉണ്ട്. ഇങ്ങ് പോരെ സുക്കുട്ടി, ഇങ്ങ് പോരെ. ലാസ്റ്റ് ബോളല്ലേ തീർന്നു, ജയിച്ചു. അടുത്ത 4 6 അങ്ങ് പൊക്ക് ചിക്കുന് ഇത് കുറെ പൊക്കി പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ. പക്ഷെ നമ്മൾ ഇടയ്ക്ക് പൊക്കി പറയും നല്ലതല്ലേ അല്ലേ. ലുക്ക് ഉണ്ടെങ്കിൽ പറയാം. ലുക്ക് ഇല്ലേലും പറയും. കറച്ച് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കണ്ട. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. പ്ലേറ്റിലേക്ക് എടുത്ത് പിള്ളേരൊക്കെ വിശന്നിരിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ചോറെല്ലാം ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് പക്ഷെ നമ്മൾ പല ലെയർ ആക്കിയേക്കണോണ്ട് അതിലും നല്ല ഒരുമിച്ച് ഇങ്ങനെ എടുക്കും അല്ലേ. അങ്ങനെ എടുക്കുന്നേ. റൈസൊക്കെ നല്ല സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് അല്ലേ. അധികം എരിവ് ഉണ്ടാക്കിയിട്ടില്ല. പിള്ളേർക്കൂടെ കഴിക്കാനുള്ളതുണ്ട്. ഒത്തിരി നാളായില്ല നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട്. കുറേ നാളായി. എസക്കുട്ടി ഉണ്ടായതിനു ശേഷം ഉണ്ടാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. അറിയത്തില്ലാട്ടെ, വീഡിയോ നോക്കിയാലും അറിയാം. തന്നെ വിളമ്പി തന്നെ അടിക്കുന്നു. എല്ലാവർക്കും വിളമ്പി കൊടുക്കാണ്ട് അടി. മാള് വായി വെച്ചു. നല്ലതാണോ? നല്ലതല്ലേ നല്ലതാണെന്ന് പറഞ്ഞോ കേട്ടോ. ബിരിയാണി ഉണ്ടാക്കുള്ളൂ. കൂട്ടുകാരുടെ കൊടുത്ത് ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ഇവിടെ എനിക്ക് ആദ്യമേ ഇത് നിന്നാം. അവൾ എല്ലാവർക്കും വിളമ്പി കൊടുത്തിട്ടുണ്ട്. കോഴിക്കാലും എടുത്ത് പറ്റിച്ചേക്കുക. ഇനിയിപ്പോ കൂട്ടുകാരെ വിളിച്ചിട്ടുള്ള പരിപാടി മതി കേട്ടോ. മുടുവൊക്കെ തുടച്ചിടാൻ തൊട്ട് പാത്രം പറക്കി വെക്കാൻ തൊട്ട് സകല പരിപാടിക്കും കൂട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ പറയാം. കഴിച്ചതിന്റെ ക്ഷീണം കേട്ടോ, സൗണ്ട് ഒക്കെ താഴ്ന്നിരിക്കുന്നത്. ഇനി ഉണ്ടാക്കി തരണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ. എനിക്ക് ഒട്ടും എന്റെ ഹോംവർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ വായിച്ചാൽ 10 മിനിറ്റ് അതർ കൊടുത്ത് എനിക്ക് മറ്റേ അതർ ബുക്കിലുണ്ട്. ജെയിംസ് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രൻ ഞാൻ അർത്ഥവുമായി ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ വല്ലപ്പോഴൊക്കെ ഫ്രണ്ട്സിന്റെ ഒപ്പം ഇങ്ങനെ സമയം, പണ്ടൊക്കെ ഒത്തിരി സമയം കിട്ടുമായിരുന്നു. ഇപ്പൊ നമുക്ക് വേണ്ട സമയം ഉണ്ടായിരുന്നു. വലുതായതിനു ശേഷം പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ടൈം ഒന്നും തികയാറില്ല. എങ്ങും പോകാനും തയ്യാറില്ല. ആരെങ്കിലും വരാനുള്ള സമയങ്ങളൊക്കെ അല്ലെ, എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിലാണ്. ഒത്തിരി കാലം കൂടിയിട്ടാണെങ്കിൽ നമ്മള് ഒരു കുഞ്ഞൊരു ഈവനിങ് ടുഗദർ. അന്ന് ഇത് അതും ഇന്നിപ്പോ കണ്ടല്ലോ, മറ്റേ ബിരിയാണിക്കൊതി പറഞ്ഞതുകൊണ്ട് നടന്നതാണ്. അല്ലെങ്കിൽ നടക്കത്തില്ലായിരുന്നു. അതെ. അപ്പൊ ഇത് വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ദിവസമായിരുന്നു. നാളെ സ്കൂളിൽ പോകണം, പഠിക്കണം എന്നൊക്കെ കേട്ടാ പറയണത്. സ്കൂളിൽ പോകാനുള്ള ചേട്ടൻ ബുക്കൊക്കെ പൊക്കിക്കൊണ്ട് വന്നു. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പൊ അടുത്ത ദിവസം അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ബൈ ബൈ.